കൂഫയിൽ ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നു, എന്തിനും സ്വലാത്ത്, ഏതിനും സ്വലാത്ത്, എല്ലാത്തിനും സ്വലാത്ത്. ഒരാൾ വന്നിട്ട് കടത്തിന്റെ തിടുക്കം പറഞ്ഞാൽ സ്വലാത്തെല്ലാം പറയും, ഗർഭിണി പ്രസവത്തിന്റെ കാര്യം പറഞ്ഞാൽ സ്വലാത്തെല്ലാം പറയും, ഗർഭില്ലാത്ത വിഷയം പറഞ്ഞാൽ സ്വലാത്തെല്ലാം പറയും, കുട്ടി നാട്ടി കൊടുക്കുമ്പോ സ്വലാത്തല്ലും, എല്ലാത്തിനും സ്വലാത്ത്. ഇദ്ദേഹത്തിന്റെ അയൽവാസി ഒരു ജൂതനായിരുന്നു. ജൂതനായ അയൽവാസിക്ക് ഇത് വല്ലാത്ത ദേഷ്യമായി. രണ്ടുപേരും സുഹൃത്തുക്കളാണ്, പക്ഷേ സ്വലാത്തിന്റെ വിരോധിയാണ്. സ്വലാത്തിന്റെ വിരോധിയായതുകൊണ്ട് ഈ ജൂതനായ മനുഷ്യൻ എങ്ങനെയെങ്കിലും ഈ സ്വലാത്തിന്റെ പ്രചരണം ഒന്ന് നിർത്താൻ വേണ്ടി ഈ ജൂതനായ അയൽവാസി കുതന്ത്രം ഉപയോഗിച്ചു. അദ്ദേഹത്തിന്റെ സ്വലാത്തിന്റെ പ്രചരണം ഒന്ന് നിന്നുവിട്ടാ. എന്നിട്ട് ഈ ജൂതൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു രത്നമുണ്ട്, അത് ഭാര്യ പോലും അറിയില്ല, അദ്ദേഹത്തിന്റെ വലിയ സ്വത്താണ്. ഇദ്ദേഹം ഈ മഹാനായ മുസ്ലിം ചെറുപ്പക്കാരന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് നമ്മുടെ നാട്ടിൽ ഏറ്റവും വിശ്വാസമുള്ളത് നിങ്ങളെയാണ്, അതുകൊണ്ട് ഞാൻ ബഗ്ദാദിലേക്ക് ഒരു പര്യടനത്തിന് പോവുകയാണ്, 10 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരൂ, അതുവരെ ഈ രത്നം എന്റെ വീട്ടിൽ വെക്കാൻ എനിക്ക് വിശ്വാസമില്ല, സമാധാനമില്ല, നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ എനിക്ക് സമാധാനമാണ്, ഒന്ന് ഇവിടെ വെച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. ഈ മഹാനായ മുസ്ലിം അത് വല്ലാത്തൊരു അമാനത്ത് സ്വത്തായി ഏറ്റെടുക്കുകയാണ്. ഭാര്യയെപ്പോലും അറിയിച്ചില്ല, ഒരു ഭദ്രമായ സ്ഥലത്ത് കൊണ്ടുപോയി ഒളിപ്പിക്കുകയാണ്. ഈ ജൂതനാണെങ്കിലോ ബഗ്ദാദിലേക്ക് പര്യടനത്തിന് പുറപ്പെട്ടിട്ടില്ല, കുതന്ത്രമാണ്. 2-3 ദിവസങ്ങൾ കഴിഞ്ഞ് പുറപ്പെടണമെന്നുണ്ട്. പക്ഷെ അതിനിടക്ക് ഈ മുസ്ലിം കുടുംബം വിദേശത്തേക്ക് ഒരു വിരുന്ന് പോകാൻ ഇവർ പറഞ്ഞിട്ടുണ്ട്, അത് വിരുന്ന് പോകുമെന്ന് ഈ ജൂതനറിയാ. അങ്ങനെ വിരുന്ന് പോകുന്ന സമയത്ത് അവർ ഈ രത്നം ഇവിടെ ഒളിപ്പിച്ച് വെച്ചാണല്ലോ പോകാറുള്ളത്. പഴയ കാലത്ത് വീടുകളിൽ പലതും തന്നല്ലേ, ഇന്നത്തെ പോലെ സുശക്തമായ കൊട്ടാരങ്ങളല്ല. അതുകൊണ്ട് വീട്ടിലാളില്ലാത്ത സമയത്ത് ആർക്കും അനായാസം കേറാവുന്നതാണ്. ആ ഉറപ്പിൽ ഈ ജൂതൻ ഈ മുസ്ലിം കുടുംബം അങ്ങ് വിരുന്നു പോയപ്പോ ആ വീട്ടിലേക്ക് അങ്ങ് കയറിയിട്ട് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച രത്നമില്ലേ, അത് തിരിച്ചെടുക്കുകയാ. എന്നിട്ട് ബഗ്ദാദിലേക്ക് പോവുകയാ. ബഗ്ദാദിലെത്തിയിട്ട് അവിടെ ഒരു സമുദ്ര തീരത്ത് പോയൊരു തോണിയിൽ കയറിയിട്ട് സമുദ്രത്തിന്റെ നടുക്കൽ വന്നുകൊണ്ട് കയ്യിൽ കരുതിയിട്ടുള്ള രത്നം കടലിലേക്ക് വലിച്ചെറിയുകയാണ്. എന്തിനു വേണ്ടി? ഈ ജീവിതത്തിൽ ഒരിക്കലും ഇനി അത് തിരിച്ചു കിട്ടരുത്. അതുകൊണ്ട് എന്താണ് നേട്ടം? ഇനി തിരിച്ചു പോയാൽ മുസ്ലിം ചെറുപ്പക്കാരനോട് എന്റെ രത്നം എവിടെ, സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് എവിടെയെന്ന് ചോദിക്കുമ്പോൾ മുത്തുനബി എന്നവർ വിശേഷിപ്പിക്കുന്ന മുഹമ്മദിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് രത്നം തരയാൻ വേണ്ടി പോകുമ്പോൾ കാണില്ല. അപ്പോൾ എനിക്ക് പറയാം, ഇപ്പോൾ സ്വലാത്ത് ഒന്നുമല്ല എന്ന് തിരിഞ്ഞില്ലേ, ഇനിയും ഇതിന്റെ പ്രചരണം നിർത്തിക്കൂടെ എന്ന് ചോദിച്ചുകൊണ്ട് കുതന്ത്രം പറ്റിയതാണ്. പക്ഷേ സ്വലാത്ത് അത്ഭുതമാ, മുത്തുനബി ഇതിഹാസമാ, അല്ലാഹു മഹാനാ, ഇഷ്ക് പ്രതിഭാസമാ, ഹബീബ് പ്രകാശമാ. ബഗ്ദാദിന്റെ കടൽ തീരത്ത് പോയി തോണി കയറിയിട്ട് സമുദ്രത്തിന്റെ നടുക്കളത്തിൽ കൊണ്ടുപോയി എറിഞ്ഞിട്ടുള്ള രത്നമില്ലേ, ആ രത്നം ഒരിക്കലും ഒരാളെ കയ്യിലും ഈ ദുനിയാവിൽ തിരിച്ചു കിട്ടൂല എന്ന് ഉറപ്പല്ലോ. ജൂതൻ തിരിച്ചു വരുന്ന ദിവസം അറിഞ്ഞ പ്രിയപ്പെട്ട മുസ്ലിം ഭാര്യയോട് പറയുകയാണ്, നമ്മുടെ അയൽവാസിയായ ജൂതന് ഇന്ന് തിരിച്ചു വരുന്ന ദിവസമല്ലേ, വിദേശ പര്യടനം കഴിഞ്ഞ് വരുന്ന അദ്ദേഹത്തിന് ഭക്ഷണം വീട്ടിൽ ഒരുക്കാൻ സമയമില്ല, ഭക്ഷണ സമയത്ത് കയറി വരുന്ന അദ്ദേഹത്തിന് നമുക്ക് സൽക്കാരം ഒരുക്കാം, അതുകൊണ്ട് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറക്കാൻ പാടില്ലല്ലോ. ഇന്നത്തെ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് ജൂസ സഹോദരനെയും പരിഗണിച്ചുകൊണ്ട് പാകം ചെയ്യണം. ഞാൻ അദ്ദേഹത്തിന് സൽക്കാരം ഊട്ടാൻ ഞാൻ മാർക്കറ്റിൽ പോയി നല്ലൊരു മത്സ്യം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് മഹാനായ ഈ മുസല്ലി എന്തിനും സലാ, എന്തിനും സലാ, എപ്പോഴും സലാ, ആർക്കും സലാ, സ്വലാത്ത് ചൊല്ലി മീൻ മാർക്കറ്റിൽ പോവുകയാണ്. അവിടെ കണ്ട വലിയൊരു മത്സ്യം വാങ്ങുകയാണ്. സ്വലാത്ത് ചൊല്ലി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അതിനിടക്ക് ജൂതൻ വീട്ടിലെത്തി. ജൂതൻ മുസ്ലിമിനോട് ചോദിച്ചു, ഞാൻ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച രത്നം എവിടെ, ഞാൻ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച രത്നം എവിടെ? ഉടനെ തന്നെ മുസ്ലിം പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കുകയാണ് ഭാര്യ, ആ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ നിങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ള രത്നം എടുത്തു തരാം. അപ്പോൾ ജൂതൻ പറഞ്ഞു, എനിക്ക് ഭക്ഷണം വലുതല്ല, എനിക്ക് ഉറക്കം
കിട്ടിയിട്ടില്ല. വിലപിടിപ്പുള്ള രത്നമാണ് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഞാൻ കയ്യിലേൽപ്പിച്ചത്, പെട്ടെന്ന് തരണം, എന്നിട്ട് വേണമെങ്കിൽ ഭക്ഷണത്തിന്റെ കാര്യം ആലോചിക്കാം. നിർബന്ധിച്ചപ്പോൾ ഈ മഹാനായ ഹബീബിന്റെ ആശിഖായ സദാ സ്വലാത്ത് ചൊല്ലുന്ന പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച രത്നം ഒളിപ്പിച്ചു വെച്ച സ്ഥലത്ത് പോയി പരതിയപ്പോൾ പിന്നാലില്ല, രത്നക്കല്ല് അവിടെ കാണുന്നില്ല. സ്വലാത്ത് ചൊല്ലി തരയുകയാ. നമുക്ക് മാതൃകയാണ്. ജൂതൻ വരുന്ന ദിവസം മുസ്ലിമിന്റെ വീട്ടിൽ ഭക്ഷണം ഒരുക്കി. ഇതാണ് ഇസ്ലാം. എനിക്കിപ്പോ ഭക്ഷണം വേണ്ട, എനിക്ക് ആ രത്നം കിട്ടും. തരാൻ പോയപ്പോ സലാത്തില്ലേ, പക്ഷെ എവിടെയും കാണാനില്ല. അപ്പൊ ഇവന് ഇവിടുന്ന് അങ്ങനെ തന്നെ വേണോ, അതിനാണ് ഇപ്പൊ തരാൻ പറഞ്ഞത്. അങ്ങനെയാണല്ലോ. മോൻ മരിച്ചിട്ടെങ്കിലും മരോളെ കണ്ണീര് കാണണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മായിമാന്റെ സ്വഭാവമാണ്. എങ്ങനെ ഇയാൾക്കിപ്പോ കോടികൾ നഷ്ടപ്പെട്ടു, അതിനൊന്നും പ്രശ്നമില്ല, സ്വലാത്ത് അങ്ങോട്ട് കൊളാവണം. അതന്നെ. അപ്പൊ ജൂതനെ ഇങ്ങനെ പുറത്തുനിന്ന് കളിയാക്കാണ്. കാരണം മുസ്ലിം സലാത്തിൽ തരുമ്പോ രത്നം കാണില്ലല്ലോ, പുറത്തുനിന്ന് കൈവിട്ടാണ്. ഇതന്നെ മൂപ്പര് പരിപാടി. അതിനാണ് ഇപ്പൊ അവിടെ കൊണ്ടുപോയിട്ടത്. തെരയുന്ന സമയത്ത് വെപ്രാളത്തോടുകൂടി സലാത്ത് ചൊല്ലി ഭർത്താവ് എന്തോന്ന് തെരയുകയാണെന്ന് ഭാര്യക്ക് മനസ്സിലായി. അതിനിടയിൽ ഭാര്യ എന്ത് ചെയ്തു? ജൂതനെ സൽക്കരിക്കാൻ വേണ്ടി അടുക്കളയിൽ കൊണ്ടുവന്ന വലിയ മനോഹരമായ തടിച്ച മത്സ്യമില്ലേ, അതിനെ കൂട്ടാൻ വെക്കാൻ വേണ്ടി അതിന്റെ പള്ള ഒന്ന് കത്തി കൊണ്ട് കീറുകയാണ്. കത്തി കൊണ്ട് ആ മത്സ്യത്തിന്റെ വയറ് കീറിയപ്പോ ആ വയറ്റിന്റെ ഉള്ളിൽ കണ്ണഞ്ഞിപ്പിക്കുന്ന മനോഹരമായ ഒരു രത്നക്കല്ല് കാണുകയാണ്. ഞെട്ടിത്തെറിച്ചുകൊണ്ട് ഇതെന്തൊരു അത്ഭുതം എന്ന് ചിന്തിച്ച പ്രിയപ്പെട്ട ഭാര്യ, അവിടെ എന്താണ് ഭർത്താവ് തെരയുന്നത് എന്ന് ഭാര്യക്കറിയില്ല. കാരണം ജൂതൻ തന്റെ വീട്ടിലെ രത്നം സൂക്ഷിക്കാൻ ഏൽപ്പിച്ച വിവരം പോലും ഭാര്യ അറിയില്ല. പക്ഷേ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് ഈ കണ്ണഞ്ചിപ്പിക്കുന്ന രത്നം കണ്ടപ്പോൾ വെപ്രാളപ്പെട്ട ഭാര്യ പ്രിയപ്പെട്ട ഭർത്താവിനെ വിളിച്ചു, ഒന്നിങ്ങോട്ട് വരീ മനുഷ്യ, ഒന്നുകൊണ്ട് വരി മനുഷ്യ. അപ്പൊ മൂപ്പരവിടെ ഈ രത്നം തരേണ്ട തിരക്കിലാണ്. നിങ്ങളോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞേ? അപ്പൊ അങ്ങനെ വിളിക്കാറില്ല. ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടല്ലേ വേ വരുന്നതാണ്. ഭാര്യ അങ്ങനെ വിളിക്കാറില്ല. അപ്പൊ എന്തോ ഒരു അപകടം ഉണ്ടോ എന്ന് കരുതിയിട്ട് ഇയാള് സലാത്ത് ഒഴിവാക്കിയിട്ടില്ല. നമ്മളെ പരിപാടിയല്ല. നമ്മള് വിസ എടുക്കാൻ വേണ്ടി സലാത്തല്ലോ 4444, എന്നിട്ടും സലാത്ത് വിസ കിട്ടിയില്ല. ഇനി ജീവിതത്തിൽ തീരെ സലാത്ത് എല്ലൂല്ല. എന്താടോ ഇത്? നമ്മളിങ്ങനെ പരാതിക്കാര് പഠിച്ചോൻ ജഡ്ജിയും, എന്നിട്ട് ഇങ്ങനെ ആപ്ലിക്കേഷൻ ഫോർ അങ്ങനെ കൊടുക്കാം, നാളെ തരണട്ടാ, അതല്ലേ കാണിച്ചു തരാം. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. കൊണ്ടുകൊണ്ട് ദുനിയാവാഹുറും എന്താലേ നമ്മൾ പണിക്കാര് മുതലാളിനോട് ശമ്പളം ചോദിക്കണ കാര്യമാണ്. ഇനി അഥവാ കിട്ടിയില്ലെങ്കിലും സമരം ചെയ്യല്ലോ. അർജുനോട് ഇതുവരെ സമരം ചെയ്തിട്ടില്ല. എല്ലാത്തിനും സമരം ചെയ്യണം. നമ്മൾ കൊറോണ ഒന്നും സമരം ചെയ്തില്ലല്ലോ. എന്തേ എവിടുക്കാ സമരം ചെയ്യാ? പൈപ്പ് ലൈന് കട്ടായി വെള്ളം കിട്ടിയില്ലെങ്കിൽ നമ്മൾ സമരം ചെയ്യും. പക്ഷെ മഴ ഇല്ലാതായാലോ? നിനക്കൊരു പരിധി ഉണ്ട് അല്ലേ? പിടുത്തം വേറെ ആളെ കയ്യിലാ. അത് യുക്തിവാദി അംഗീകരിക്കണം. കാരണം യുക്തിവാദി ബാഹ്യമായ കാര്യങ്ങൾ അറിയുന്നല്ല, അദ്ദേഹത്തിന്റെ ആന്തരിക അവയവങ്ങളെ കുറിച്ച് പോലും അദ്ദേഹത്തിന് എന്തെങ്കിലും എയിമുണ്ടോ? ഒരു പിടുത്തമില്ലല്ലോ. അതിങ്ങനെ വർക്ക് ചെയ്യല്ലേ. നമുക്ക് എന്താ നമ്മളെ കുറിച്ച് ഒരു പിടുത്തമില്ലല്ലോ. നമ്മളെ കുറിച്ച് നമ്മുടെ പരിധിയിൽപ്പെട്ടാണെങ്കിൽ എന്റെ മുടി ഇപ്പൊ നരച്ചു തുടങ്ങിയല്ലോ. നരക്കുവോ? കാരണം ഇത് പെയിന്റ് മാറിയപ്പോ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടോ? ഇല്ലല്ലോ. ഫുള്ളായിട്ട് നരച്ചിരിക്കണുണ്ട് പുസ്തകങ്ങൾ. ഇപ്പോഴും ആ കറുത്ത മുടിയാണെങ്കിൽ കാണാൻ എന്ത് രസം. നമ്മൾ പുതിയാപ്പിള ഇറക്കൂലേ? സൗന്ദര്യത്തിന് കോട്ടം സംഭവിച്ചെങ്കിലും മുടിയൊക്കെ നരച്ചല്ലോ. പിന്നെ കുറെ ആൾക്കാർ മൈലാഞ്ചി കെട്ട് ഒപ്പിച്ചിരിക്കുകയാണ്. കാരണം ഈ രോമം നമ്മുടേതല്ല. രോമം നമ്മുടേതാണെങ്കിൽ പെയിന്റ് മാറ്റുമ്പോൾ അല്ലാഹു തആല ഒരു അഭിപ്രായം ചോദിക്കൂലേ? കാരണം എന്റേതും റബ്ബിന്റേതും കൂടി ആണെങ്കിലും പാർട്ണർഷിപ്പിന്റെ ഒരു മര്യാദയല്ലോ. ഞാൻ നാളെ പെയിന്റ് മാറ്റേണ്ട എന്താ അഭിപ്രായം ചോദിക്കൂല. എന്നോടെങ്ങാണ്ടോ അഭിപ്രായം ചോദിച്ചാൽ ഞാൻ പറയില്ലേ മരിക്കണവരെ തൊടാൻ പാടില്ല. നമ്മളെ മുടി നമ്മളതല്ല. ഞാൻ എന്റെ കുപ്പായം ഇസ്തിരിടാൻ കുട്ടികൾക്ക് കൊടുക്കും. എന്റെ കുപ്പായം ചുളിച്ചാൽ എനിക്ക് ദേഷ്യം പിടിക്കും. എന്താ എനിക്ക് കണ്ണില്ല, എന്റെ കണ്ണ് മാന്തല്ല കണ്ണാന്നൊക്കെ ഞാൻ ചോദിച്ചിന്ന് വരും. ചോദിച്ചിന്ന് വരും ചിലപ്പോൾ. ഞാനങ്ങനെ ചോദിച്ചെന്ന് പറയാൻ കണ്ട ഇതുവരെ ചോദിച്ചിട്ടില്ല. കാരണം എന്തും പറയാൻ പേടി. അതുകൊണ്ടാ എന്റെ കുപ്പായ ഇസ്തിരിടുന്ന കുട്ടി അത് ചുളിച്ചാൽ എനിക്ക് ചാടി കയറാം. പക്ഷെ എന്റെ തൊലി ചുളിഞ്ഞാൽ എന്താ ആരോടെ ചൂടാകാ? തൊലി ഇപ്പൊ നാളെ ചുളിയല്ലോ. മുടി നരച്ച് നടുകൊടിഞ്ഞ് വടിയെടുത്ത് തൊലി ചുളിഞ്ഞാൽ
അലാ ലൈത ശബാബ യഊദു യൗമാ. മുത്തലിമീങ്ങൾക്കറിയാം ഇസ്മിനും നസ്മും ഖബറും റഫും പഠിപ്പിക്കുന്ന തരത്തിലുള്ള ബൈത്താണല്ലോ അത്. അസംഭവ്യത്തെ മോഹിക്കുമ്പോഴാണ് ലൈത്തിട്ടുകൊണ്ട് പറയാം. വയസ്സനായി കുമ്പളങ്ങ പോലെ വെള്ളത്തിലിട്ട് കുമ്പളങ്ങ പോലെ ഇങ്ങനെ ചപ്പിരിക്കുമ്പോഴാണ് തോന്നുന്നത് എൻ്റെ നഷ്ടപ്പെട്ട യുവത്വം തിരിച്ചു കിട്ടുമോ. ഞാൻ അങ്ങനെ ഭാവനാലോകത്ത് ചിന്തിക്കാറുണ്ട്. ഒരു സ്ഥലത്ത് ഒരു ബോർഡ് യുവത്വം വിൽക്കാണ്ട് എങ്ങനെ ഉണ്ടാവും? നേരെ 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 വരി വരിയായി യുവത്വം വിൽക്കാണ്ട് എന്നുള്ള ബോർഡ് വെച്ചാൽ നരച്ച ആൾക്കാരൊക്കെ വടിയെടുത്ത് കുമ്പിട്ടിട്ട് ഇങ്ങനെ ഒരു പിടി യുവത്വം വാങ്ങാൻ കാത്തിരിക്കും. പക്ഷെ എവിടെ ഇന്നുവരെ ആ ബോർഡ് കണ്ടിട്ടില്ല. മലയാളക്കരയിൽ ബോർഡിനൊരു പഞ്ഞമില്ല. എവിടെ നോക്കിയാലും ബോർഡുണ്ട്. കുയ്മന്തി ഒരു ബോർഡാണ്. 2 മൂലക്കുരു ഓപ്പറേഷൻ കൂടാ സുഖപ്പെടുത്തുന്നു. 3 ഹജ്ജ് ഉംറ സർവീസ്. എവിടെ ഇതിന് 3 നിങ്ങൾ ആരെങ്കിലും നടത്തണ്ടെങ്കിൽ ഞാൻ അതിന് പറഞ്ഞല്ല, അതിനുവേണ്ടി പറഞ്ഞതല്ല. ഈ 3നും കേരളത്തിൽ ബോർഡുള്ളത് പോലെ വേറെ ഒന്നിനും ഞാൻ ബോർഡ് കണ്ടിട്ടില്ല. എന്നാ ഇത് നല്ലതല്ലേ? നല്ലത് തന്നെയാണ്. ആ ബോർഡുള്ളതുകൊണ്ട് പോയി ചീത്താവൂലല്ലോ. കുഴിമന്തി ഇപ്പം നല്ലതല്ലേ? ഞാൻ ഇപ്പം ഒന്നും കുഴിമന്തി നിൽക്കണം. കാരണം യാത്രയിൽ ഇതിനേക്കാളും സുഖമുള്ളൊരു സംഭവം വേറെ ഇല്ല. പക്ഷെ പേടിയാണ്. അല്ല ഈ കുഴിമന്തി എന്തൊക്കെ ഞാൻ തമാശ പറയില്ല. ഷവായി കണ്ടാൽ നരകം ഓർക്കണം. കാരണം ഖുർആനിൽ ഷവായി ഉണ്ട്. ഖുർആനിൽ ഷവായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഷവായി ഇറങ്ങിയപ്പോ ആദ്യം ഓർത്തത് സൂറത്തുൽ കഹ്ഫാണ്. കേട്ടോളൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻ യസ്തഗീഥു യുഗാഥു ബിമാഇൻ കൽമുഹ്ലി യശ്വിൽ വുജൂഹ് ബിഅസശ് ശറാബ് വസാഅത് മുർതഫഖാ. വഇൻ യസ്തഗീഥു യുഗാഥു കൊല്ലങ്ങളോളം നാരകീയ ജ്വാലയിൽ കിടക്കുന്ന ചവറുകൾ താഴെ ചുണ്ട് പൊക്കളിനടിക്ക് താഴെ ചുണ്ട്. ഞാൻ ഇപ്പൊ കോയിൻ ഇറക്കാൻ നിൽക്കണ ഇങ്ങനെ നിൽക്കല്ല. താഴെ ചുണ്ട് വാക്യങ്ങൾ പറയും. താഴെ ചുണ്ട് പൊക്കളിനടിക്ക്, മേലെ ചുണ്ട് നെന്തലിന്റെ മേൽക്ക്. അതിന്റെ നടുവിൽ നാവ് 15-16 മൈൽസാണ്ട് നീളും ദാഹിച്ചിട്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നിട്ട് ഇവരൊരു അല്പം വെള്ളത്തിന് വേണ്ടി നെഞ്ചി പൊട്ടി കെഞ്ചാണ്. അപ്പൊ അള്ള കൊടുക്കണ വെള്ളാണ് പറഞ്ഞത് കൽമുഹൽ. ആ വെള്ളം ആസിഡ് പോലെയുള്ള വെള്ളം കാണുമ്പോഴേക്ക് ഇവർ ദാഹിച്ചു വലഞ്ഞ ഒട്ടകം അതിന്റെ മോന്ത കുടിക്കാൻ പാത്രത്തിലേക്ക് അമർത്തും പോലെ ഈ വെള്ളം കുടിക്കാനുള്ള അത്യാർത്ഥിയിൽ അവരുടെ മുഖം അടുപ്പിച്ചാൽ ഷവായിയാകും അൽ വുജൂഹ്. അവരുടെ മുഖം ഷവായി ഖുർആനിലുണ്ട്. അതിനർത്ഥം ഷവായി ആകും. അപ്പൊ ഖുർആനിൽ എന്തുണ്ട്? ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് എടുത്തിട്ട് ഒറ്ററാണ്ട് വരും. ആയത്തെ ലോധി തന്നെ എനിക്കറിയാലോ ഇത് ലൈവ് പോകണ്ടെന്ന്. എനിക്കറിയാലോ. ആൺകുട്ടികളെ വിളിക്കട്ടെ. ശരി, ഷവായി ആവും. മുലാരിയാഫിലാണ് ഷവായി. അല്ലെങ്കിലും ഈ ഷവായി ഇങ്ങനെ കറങ്ങുമ്പോൾ നിങ്ങൾക്ക് നരകം ഓർമ്മ വരില്ലേ? എനിക്ക് ഓർമ്മയിലുണ്ട്. നരകത്തിന്റെ ചിത്രമൊക്കെ ഹദീസിൽ നിന്ന് പഠിച്ചു നോക്കാണി അവൻ തന്നെ ഇങ്ങനെ കറങ്ങണേ കാണാം. ഷവായി അങ്ങനെ. എനിക്ക് ഒരു ദിവസം ഇതേപോലെ ഇങ്ങോട്ട് കിട്ടുകയും ചെയ്തിട്ടോ. ഞാൻ ഷവായി തിന്നുന്ന ആളാണ്. ഞാൻ എതിർക്കല്ല, തിന്നുന്ന ആളാണ്. ഒരിക്കലും യാത്രയിൽ ഞാൻ എൻ്റെ ഡ്രൈവറോട് കുറേ ഷവായി ഇങ്ങനെ കറങ്ങുന്നുണ്ട്. സംഗതി എനിക്ക് പേടിക്കണം, നല്ല വിഷപ്പുണ്ട്. ഞാൻ ഡ്രൈവറോട് നീ വണ്ടി ഇവിടെ സൈഡാക്ക്, സംഗതിയിൽ ഇങ്ങനെ കാണുമ്പോൾ നരകം ഓർമ്മൊക്കെ വരുന്നുണ്ട്, എന്നാലും തിന്നുകാരൻ ഞാൻ. അങ്ങനെ ഷവായി തിന്നാൻ വേണ്ടി ആ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ കയറട്ടോ. അപ്പോൾ അവിടെ ഉണ്ട് ഒരു കറുത്ത പാൻറ് ഇട്ട് ഒരു കുള്ളൻ കയ്യിലൊരു വാളും പിടിച്ച് ഇങ്ങനെ ഉണ്ട്. ഇത് മുറിച്ചു കൊടുക്കാനാണ്. അപ്പോൾ ഞാൻ കയറുമ്പോൾ അവനോട് വെച്ച് ബംഗാളിയെന്ന് തോന്നുന്നു. എന്താ പേര് എന്ന് വെച്ച് എന്നോട് മാലിക് എന്ന് പറഞ്ഞു. നരകം കാക്കണ മാലിക്കിൻ്റെ പേരുമാണ്. അതിൽ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു വേഗം മുറിക്കൊക്കെ ഇവിടെ നിൽക്കണ്ടായിരുന്നേ. അപ്പൊ ചിലപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് കിട്ടും. വല്ലാതെ വേദാറാ. കാരണം ഇപ്പൊ സംഘേ 11 മണിക്കണം. ഇങ്ങനെ ഞാൻ വേള് പറഞ്ഞില്ലേ എന്താ ഉണ്ടാകുന്നവരോ? ഞാൻ പറഞ്ഞൊക്കെ നിങ്ങൾ സമ്മതിച്ചു തരും. എന്റെ വേള ഞാൻ ആരും ഉറങ്ങാൻ സമ്മതിക്കില്ല. അങ്ങനെ പ്രത്യേകത എനിക്കുണ്ട്. ഞാനിപ്പോ ഇങ്ങനെ അല്ലാതെ വേള് വരാണെങ്കിൽ നിങ്ങൾ പറയും അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാ, നിർത്തിക്കാളി. വേണ്ട
അപ്പൊ ഫലിതം ഫലപ്രദാക്കും. ഫലിതം കളവ് പറയാൻ പാടില്ല. അപ്പൊ ഞാൻ ആയത്തോതിയിലെ കളവ ശവായി ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞാൽ കളവാണോ? ആയത്താണ്ട് പോയി തന്നില്ലേ, ഞാൻ അർത്ഥം വെച്ച് നോക്കി. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ 1 കോടി ഉറുപ്പിപ്പ വണ്ടി കയറിയ വേറൊരു കോടി, 2 കോടി വേണ്ടി വരും. ഇനി 3 കോടിയാണെങ്കിൽ കുണ്ടോട്ടി അങ്ങാടിയിൽ നിന്ന് വേറെ തരാം. 4ാമത്തെ കോടിക്ക് കക്കാട് പോയി നോളി അവിടെ നിന്ന് തരാം. ഇത് കേട്ടിട്ട് എൻ്റെ വണ്ടീൻ്റെ ബാക്ക് കൂടാൻ നിൽക്കണ്ട, അതിൽ 1 ഉറുപ്പില്ല. ഇന്നതൊക്കെ പറയണ എന്താ, നിങ്ങൾ എന്നെ ഈ വിഷയത്തിൽ മുട്ടുകുത്തിക്കുക നിങ്ങൾക്ക് തൽക്കാലം കയ്യിലാന്നുള്ള ഉറപ്പിനായി പറഞ്ഞു. കാരണം ഞാൻ അതൊക്കെ ഒരുങ്ങിയിട്ട് തന്നെ പ്രസംഗിക്കുന്നത്. എനിക്കറിയാം ഇന്നത്തെ കാല ലോകമൊക്കെ അറിയാം. ഞാൻ മുമ്പ് മമ്പർതങ്ങളുടെ കറാമത്ത് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കേരളത്തിൽ കണ്ടിരുന്ന ഓരോരുത്തരും ഒലയ്ക്കും പിന്നെ സൈക്കിൾ ചെയിനും കുന്തൊക്കെ എടുത്തിട്ട് ബാക്ക് കൂടി മണിമണിയായിട്ട് മറുപടി ആണ് ഇട്ട് കൊടുത്ത്. പിന്നെ കണ്ടിന്ന് പെരിച്ചായി പോണാരും ഒക്കെ കൂടിയാണ് പോകുന്നത്. പിന്നെ കണ്ടുവന്നിട്ടില്ല. നമ്മളിത് ഒരുങ്ങിയിട്ടാണ് പറയുന്നത്, അല്ല കിനാവ് ഉണ്ടാണ്ട് വിളിച്ചറിയില്ല. അപ്പൊ ചിന്തിക്കണം, ഇതൊക്കെ ഖുർആനിലുള്ളതാണ്. ഈ ചെറുപ്പക്കാരൻ എപ്പോഴും മത്സ്യത്തിന്റെ വയറേറിയപ്പോൾ അതിൽ നിന്ന് മനോഹരമായ കല്ലാണ് പുറത്തു വരുന്നത്. അപ്പോഴാണ് ഈ മുസ്ലിമിനെ പ്രിയപ്പെട്ട ഭാര്യ ഭയഹൊലയായി വിളിക്കുക. ഇങ്ങി വരും മനുഷ്യ. പോയി നോക്കിയപ്പോൾ തന്റെ വീട്ടിൽ ആ ജൂതൻ സൂക്ഷിക്കാനേൽപ്പിച്ച മനോഹരമായ രത്നക്കല്ല് ഈ മത്സ്യത്തിന്റെ വയറ്റിലെന്ന് കണ്ടപ്പോ മുസ്ലിം അങ്ങ് ബോധം കെട്ട് വീഴുകയാ. കാരണം ആ ജൂതനെ ഏൽപ്പിക്കാൻ തന്ന കല്ലാണല്ലോ ഈ മത്സ്യത്തിന്റെ പള്ളയെ കിടക്കുന്നത്. ഇത് എങ്ങനെയാ? അല്ല, അത്ഭുതത്തെ പറയുമ്പോ അങ്ങനെ തന്നെ പറയണ്ടേ? അല്ല, ഇത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എന്റെ ശൈലിയിൽ ഓരോ വിഷയത്തിന്റെ ആശയം അനുസരിച്ചുകൊണ്ട് ശബ്ദം മാറും. അതാണ് അവിടെ എന്റെ തടിയാൻ നോക്കല്ലേ, അപ്പോഴല്ലേ ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലെ, അത്ഭുതപ്പെട്ടു പോയി. ബോധം കെട്ടാണ്ട് ഇയാള് ബോധം കെട്ട് വീണാണ്ടുമ്പോ മറ്റാൾ അവിടെ പരിഹസിക്കാണല്ലോ, സലാത്തല്ലിട്ട് രക്തം കിട്ടാത്തതുകൊണ്ട്. മറ്റാളങ്ങൾ മറന്നോ? മുപ്പര് പരിഹസിക്കുക. മുപ്പര് ഈ വീഴും ശബ്ദം കെട്ടിട്ട് എന്ത് ചെയ്ത് ഓടി വന്നപ്പോ മുസ്ലിം ചെറുപ്പക്കാരൻ ബോധം കെട്ട് വീട് നടക്കണ്. മത്സ്യത്തിന്റെ പള്ളയിൽ താൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ആ ബാധാത് കൊണ്ടേറ്റ് എവിടെ ഇട്ട്? കടലിന്റെ നടുവ് കൊണ്ട് എറിഞ്ഞിട്ടില്ല രത്നം ഈ മത്സ്യത്തിന്റെ പള്ളയിൽ. അപ്പൊ മൂപ്പര് നിന്നങ്ങോട്ട് ചീറാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. ഭാര്യക്കാണെങ്കിൽ നടുവിലങ്ങാടി കുടുങ്ങ കുറുക്കന്റെ മേലെ ഒരു പുറത്തല്ല. കാരണം ഇതിവിടെ ഇതിന്റെ ഉള്ളിൽ വെച്ചത് ഭാര്യ അറിഞ്ഞിട്ടില്ല. ഇതെന്ത് കഥ? അതിന് ഒരു കഥയില്ലല്ലോ, ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അതിങ്ങനെ മേപ്പിട്ട് വയ്ക്കുക. ഇയാൾ കാര്യന് പുതിയാപ്പള ബോധം കിട്ടുകയാണ്. ഇതിന്റെ പള്ളിയിലെ രത്നം തന്നെ ആകെ കുടുങ്ങിയില്ലേ, വിറച്ചിങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് ചെറുപ്പക്കാരൻ ബോധം തെളിഞ്ഞു. ബോധം തെളിഞ്ഞപ്പോൾ ഇയാള് ജൂതൻ ഇങ്ങനെ കരുണാണ്. അപ്പൊ ഇയാൾ വെച്ച് എന്തിനാ കരുണ എന്ന് വെച്ചു. ജൂതൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ബോധം കിട്ട്? അല്ല, നിങ്ങൾ കാരണം എന്തിനാ? നിങ്ങൾ ബോധം കിട്ടും എന്തിനാ? നിങ്ങൾ കാരണം എന്തിനാ? നിങ്ങൾ എന്തിനാ ബോധം കിട്ട്? പെണ്ണുങ്ങൾ നടുവിൽ ഇങ്ങനെ നിങ്ങൾ രണ്ടാലൊരാൾ തീരുമാനിക്കും. ഇതിപ്പോ അറിഞ്ഞിട്ടില്ലല്ലോ. എന്താ സംഭവിച്ചാരങ്ങളെ? സംഭവിച്ചത് വേറെ ഒന്നുമല്ല, ബഗ്ദാദിൽ കടലിന്റെ നടുവിൽ കൊണ്ടുപോയി എറിഞ്ഞ രത്നക്കല്ല് അപ്പോൾ തന്നെ ആ കടലിലൂടെ നീന്തി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ മത്സ്യം അത് വായിലാക്കിയതാണ്. ദഹിക്കാതെ വയറ്റിൽ കിടന്നതാണ്. ഈ ജൂതൻ തിരിച്ചു വരുന്ന ദിവസം ഇദ്ദേഹത്തിന്റെ നാട്ടിലെ കടൽക്കരയിൽ നിന്ന് മുക്കുവന്മാര് പിടിച്ചുകൊണ്ട് മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കാൻ പ്രദർശിപ്പിച്ച അതേ മത്സ്യം ഈ മുസ്ലിം പോയി ഇദ്ദേഹത്തിന് സൽക്കാരമൂട്ടാൻ വാങ്ങിയതാണ്. അപ്പോൾ ഇദ്ദേഹം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം ബഗ്ദാദിന്റെ കടലിന്റെ നടുവിൽ കൊണ്ടുപോയിരുന്ന ആ രത്നം ഇദ്ദേഹം തിരിച്ച് നാട്ടിലെത്തുന്നതിന്റെ മുമ്പ് ഈ മുസ്ലിമിന്റെ വീട്ടിൽ എത്തിയതാണ്. അത്ഭുതമല്ലേ സ്വലാ, അത്ഭുതമല്ലേ സദഖ, അത്ഭുതമല്ലേ ഇൽമ്, അത്ഭുതമല്ലേ ഈമാൻ, അത്ഭുതമല്ലേ മജ്ലിസുൽ ഇൽമ്, അത്ഭുതമല്ലേ മുതഅല്ലിമീങ്ങള്.